ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം ഏകപക്ഷീയമായി നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ചെന്നൈയിൽ ഇന്ന് പ്രതിഷേധ സംഗമം. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ യോഗത്തിൽ കേരളം, കർണാടക, തെലങ്കാന, ബംഗാൾ, ഒഡീഷ, പഞ്ചാബ് ഉൾപ്പെടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ ചെന്നൈയിലെത്തിയിരുന്നു. ഫെഡറൽ ഘടന സംരക്ഷിക്കാൻ ഒത്തുചേർന്ന ദിവസമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് എം.കെ. സ്റ്റാലിൻ. വിവരങ്ങളുമായി സിബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, ചെന്നൈയിൽ ഒരു ഐക്യനിര രൂപപ്പെടുകയാണ്. അതായത് ഈ ലോക്സഭാ മണ്ഡല പുനർനിർണയം അത് സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നു എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നത്. അതിനെതിരെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നു. തീർച്ചയായും എം.കെ. സ്റ്റാലിൻ പറഞ്ഞതുപോലെ തന്നെ ട്വീറ്റ് ചെയ്തതുപോലെ തന്നെ ഒരു ചരിത്രപരമായ ഒരു ദിനമായി കൂടി ഇന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു കാരണം കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എം.കെ. സ്റ്റാലിൻ വിളിച്ചു ചേർത്ത ഒരു യോഗം ഇന്നിപ്പോൾ 10 മണിയോടെ അല്പസമയത്തൊക്കെ തന്നെ ചേരാൻ പോകുന്നത്. ഇന്ന് ചെന്നൈയിലെ ITC ഹോട്ടലിലാണ് ഈ ഒരു യോഗം ആരംഭിക്കുക. എന്തായാലും കേരളത്തിലെയും അതുപോലെ കേരളം, കർണാടക, തെലങ്കാന, ബംഗാൾ, ഒഡീഷ, പഞ്ചാബ് ഉൾപ്പെടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കൾ ഇതിൽ പങ്കെടുക്കും. 3 മുഖ്യമന്ത്രിമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ അടക്കമുള്ള 3 മുഖ്യമന്ത്രിമാരും ഇതിന്റെ ഭാഗമാകുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ, BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു, ഒഡീഷ കോൺഗ്രസ് പ്രസിഡന്റ് ഭഗവത് ദാസ്, BJD നേതാക്കളായ അമർ പട്നായിക്, സഞ്ജയ് കുമാർ ദാസ് എന്നിവരും എല്ലാം തന്നെയും ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. എന്നാലും കൂടാതെ ബിജു ജനതാദളിന്റെ നേതാവായ നവീൻ പട്നായിക് അടക്കമുള്ള YSR കോൺഗ്രസിന്റെ മിഥുൻ റെഡ്ഡി അടക്കമുള്ള നേതാക്കളും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ചെന്നൈ നഗരം. ചെന്നൈയിലെ ITC ഹോട്ടലിലാണ് ഈ ഒരു യോഗം ആരംഭിക്കുക. അതിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് രാവിലെ 10:30 ഈ ഒരു സ്റ്റാലിന്റെ സ്വാഗത പ്രസംഗത്തോടെയാണ് ഈ ഒരു യോഗം ആരംഭിക്കുക. പിന്നീട് 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടാകും. അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് യോജിച്ചുള്ള ഒരു സമരത്തിന് മുന്നോട്ട് വരേണ്ടതെന്ന് ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റാലിൻ ഒരു പ്രമേയം അവതരിപ്പിക്കും. പിന്നീട് 3 മുഖ്യമന്ത്രിമാരുടെ പ്രസംഗവും നേതാക്കളുടെ ചർച്ചകളും ഉണ്ടാകും. എന്തായാലും പിന്നീട് 12:30 ഈ ഒരു പ്രമേയം അംഗീകരിച്ച് 1 മണിയോടെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ 5 ഭാഷകളിൽ തർജ്ജമ ചെയ്ത് കേൾക്കാവുന്ന സംവിധാനം ഉൾപ്പെടെ എല്ലാം തന്നെയും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, പഞ്ചാബി ഭാഷകൾ കേൾക്കുന്ന രീതിയിൽ തർജ്ജമ ചെയ്ത് കേൾക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ യോജിച്ചുള്ള പ്രക്ഷോഭം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യോഗം ചെന്നൈയിൽ ആരംഭിക്കുക. ഇതിനു തൊട്ടു മുമ്പായി ഇപ്പോൾ എം.കെ. സ്റ്റാലിൻ ട്വീറ്റ് പുറത്തുവിടുന്നത് ഫെഡറൽ ഘടന സംരക്ഷിക്കാൻ ഒത്തുചേർന്ന ദിവസമായി ഇന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. എല്ലാ മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് സ്റ്റാലിന്റെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പ്രതികരണം എം.കെ. സ്റ്റാലിനെ അഭിനന്ദിക്കുന്നു. രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഒറ്റക്കെട്ടായി നിൽക്കും. ലോക്സഭാ സീറ്റുകൾ കുറയുന്ന എണ്ണം കുറയ്ക്കാൻ അനുവദിക്കില്ല. ഇതിന് ജയിലിൽ പോകാനും തയ്യാറാണെന്നും ഇപ്പോൾ DK ശിവകുമാർ അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രതിപക്ഷ നിരകളുടെ ഒരു വലിയ കൂട്ടായ്മ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ ആന്ധ്ര ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ ആണ് തന്നെ എന്ന് പറയേണ്ടി വരും. നമുക്ക് നേരത്തെ ചന്ദ്രബാബു നായിഡു തന്നെയായിരുന്നു ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം രംഗത്ത് വന്നതെങ്കിലും പിന്നീട് NDAയുടെ ഭാഗമാവുകയും BJP സർക്കാരിൽ നിന്നും ആവശ്യത്തിന് ഫണ്ടൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡു ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഇതിന്റെ ഭാഗമാകുന്നു. അതുകൂടാതെ കിഴക്കൻ സംസ്ഥാനങ്ങളായ ഒഡീഷ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളും ഈ ഒരു യോഗത്തിന്റെ ഭാഗമാകുകയും തുടർ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു.